അസ്സലാമു അലൈക്കും. വേദിയിലുള്ള ബഹുമാന്യരായ ഉസ്താദുമാർ ES ഹസൻ ഫൈസി ഉസ്താദ്, ബഹുമാന്യനായ MM പരിദ് ഉസ്താദ്, ഈ സെഷന്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഷീർ അബ്ദുള്ള ഫൈസി ഉസ്താദ്, വേദിയിലുള്ള പ്രിയപ്പെട്ട ഡോക്ടർ KN കുറുപ്പ് സാർ, എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ ജിൻഡോ ജോൺ, എനിക്ക് ശേഷം സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഷബീർ ഹസനി അടക്കം വേദിയിലും സദസ്സിലുമായി ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യവും സമാധാനവും നാം എവരുടെയും മേൽ സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 100 വർഷം, ഒരു നൂറ്റാണ്ട് എന്നത് ദൈവം ആയുസ് കനിഞ്ഞരുകിയ ഒരാളിൻ്റെ മനുഷ്യായുസ് മാത്രമാണ്. പക്ഷേ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഈ 100 വർഷങ്ങൾ അത് വലിയ ഒരു ചരിത്രമാകുന്നത് ഈ രാജ്യത്തെ മുസ്ലിം ജീവിതത്തിന് പ്രവാചകത്വത്തോളം അഥവാ 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് എന്നതുകൊണ്ടാണ്. 14 നൂറ്റാണ്ട് മുൻപ് ഈ തീരത്ത് ആയുധങ്ങൾ ഏതുമില്ലാതെ വന്നിറങ്ങിയത് അവിടുന്ന് അങ്ങോട്ടുള്ള മനുഷ്യന്റെ പ്രയാണത്തെ നിർവചിച്ച ഒരു ചരിത്രമായിരുന്നു. ആ സന്ദേശത്തിന്റെ അകക്കാമ്പിൽ ഈ 14 നൂറ്റാണ്ട് മാരകമായ പരിക്കേൽപ്പിച്ച പല ഭൂപ്രദേശങ്ങളും ലോകത്തുണ്ട്. പക്ഷെ ഇവിടെ 14 നൂറ്റാണ്ട് മുൻപ് പൂർത്തിയാക്കപ്പെട്ട ഈ മണ്ണിലേക്ക് കടന്നു വന്ന ആ മഹാസന്ദേശത്തിന്, ആ മഹാദർശനത്തിന്, ഇസ്ലാമിന്, അതിൻ്റെ അകക്കാമ്പിന് പരിക്കുപറ്റാതിരിക്കാൻ, അത് അന്യം വന്നു പോകാതിരിക്കാൻ, 14 നൂറ്റാണ്ടിൻ്റെ ഈ ചരിത്ര യാത്രക്കിടയിൽ അതിൻ്റെ സന്ദേശം കൈമോശം വന്നു പോകാതിരിക്കാൻ, കണ്ണിമ ചിമ്മാതെ ആ മഹാസന്ദേശത്തിന് കാവൽ നിൽക്കാൻ ഇവിടെ ഒരു സംഘടനയുണ്ടായി. ആ സംഘടന 100 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ വന്ന അതിഥികൾക്ക് നൽകിയ സമ്മാനം നോക്കുമ്പോഴൊക്കെ ഞാൻ കാണുന്ന മനോഹരമായൊരു സിമ്പല് ഒരു പായക്കപ്പലിൻ്റെതാണ്. മദിരാർ മേ കശ്തി കോ ചലാനാ സീഖോ, ലുലുമാത് മേ ദിയെ ജലാനാ സീഖോ എന്ന് 2 വരി കവിതയുണ്ട്. കറുത്ത് കലങ്ങിയ ഇരമ്പി മറിയുന്ന കടലിൽ നൗകയോട്ടുക എന്നത് പ്രയാസമുള്ള ഒരു ദൗത്യമാണ്. കണ്ണിൽ കുത്തി ഇങ്ങനെ ചോരകിനീക്കാൻ പോകുന്ന ഇരുട്ടിൽ വെളിച്ചം കൊളുത്തിവെക്കുക എന്നത് വലിയൊരു സമരമാണ്. ആ വലിയ സമരമാണ്, അതിജീവനത്തിന്റെ മഹാപ്രസ്ഥാനമാണ് ഇന്നിവിടെ 100 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നത് എന്ന സന്തോഷത്തിൽ ഇവിടെയുള്ള എല്ലാവരെയും ആദരവോടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം സർഗാത്മക ന്യൂനപക്ഷം എന്നതാണ്. ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി എന്നത് കുറെ കൂടി ചെറിയൊരു സംഗതിയാണ്. പക്ഷേ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ 100ാം വാർഷിക സമ്മേളനത്തിൽ, ഒരു സാംസ്കാരിക വേദിയിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന വാക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനിടയിൽ ഈ രാജ്യം നടന്നു നീങ്ങിയ സംഘർഷഭരിതമായ ഒരു കാലമുണ്ട്. അതിനെ നേരിടാൻ എത്രത്തോളം, അതിനെ നേരിടാനുള്ള ആ സമരത്തിൽ എത്രത്തോളം സംഭാവനകൾ നമ്മൾ നൽകിയിട്ടുണ്ട് എന്ന നിലക്കാണ്. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള സർഗാത്മകമായ പങ്കിനെ പറ്റി വിചാരപ്പെടുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഡിസ്ട്രക്റ്റീവായ ഒരു പങ്കും വഹിക്കാതെ ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ നിർമ്മിച്ചെടുക്കാൻ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളിലും, എല്ലാ പരിശ്രമങ്ങളിലും പോസിറ്റീവായ ഒരു പങ്ക് വഹിച്ച സമുദായമാണ്. ഇതിപ്പോ ചെങ്കോട്ട സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ
ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ മൂവർണ്ണക്കൊടി ഉയർത്തുന്ന മനോഹരമായ നമ്മുടെ അഭിമാന സ്തംഭം കണക്കെ നിലയുറപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണത്. ഇപ്പൊ ലാൽ കിലയെ കുറിച്ച് ഇമ്രാൻ പ്രതാപ്ഗഡി പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. മേരെ ബനാനെ വാലോं से नफरत है उनको ബൽക്കി മേരെ ദീവാരോं से मोहब्बत भी है उनको എന്നാണ്. ഈ രാജ്യത്തിന്റെ വർത്തമാനകാലം മുസ്ലിം ജീവിതത്തെ അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ സമ്മേളനത്തിൽ ഈ രാജ്യത്തിന്റെ ഇന്നു വരെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം വഹിച്ച പങ്കിനെ കുറിച്ച് വിചാരപ്പെടുമ്പോ ഈ രണ്ടു വരികൾ വളരെ പ്രസിദ്ധമാണ്. എന്റെ ചുമരുകളോട് അവർക്ക് സ്നേഹമുണ്ട്, എന്റെ മുകളിൽ കയറി നിന്നാട്ട് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് അവർ ലോകത്തോട് സംസാരിക്കുക. പക്ഷേ എന്നെ ഉണ്ടാക്കിയവരോട് അവർക്ക് വെറുപ്പാണ് എന്നതാണ്. ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഈ നിർമ്മിതികളാകെ, ചെങ്കോട്ടയാവട്ടെ, കുത്തബ് മിനാർ ആവട്ടെ, താജ്മഹൽ ആവട്ടെ, ഇതൊക്കെ നിർമ്മിച്ചത് മുഗൾ സുൽത്താനേറ്റിന്റെ കാലത്താണ്. അതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് ഉണ്ട്. പക്ഷെ ഈ രണ്ടു കാലങ്ങളെയും അധിനിവേശത്തിന്റെ കാലങ്ങളായി, നുഴഞ്ഞുകയറ്റത്തിന്റെ കാലങ്ങളായി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പുരാതനമായ ഒരാത്മാവിനെ മുറിവേൽപ്പിച്ച സൈനിക അധിനിവേശങ്ങളായി നിർണയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നതാണ്. ഈ കാലം നേരിടുന്ന ഒരു വലിയ വൈരുദ്ധ്യം അത് തന്നെയാണ്. ഇന്ത്യയിലെ മുസ്ലിം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും എക്സ്ക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോ നമ്മുടെ നിർമ്മിതികളുണ്ട്, കേവലം കെട്ടിടങ്ങൾ മാത്രമല്ല. ഇപ്പൊ ജിലേബി ഇന്ത്യയിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും പ്രസാദമാണ്. ഞാൻ ഇന്ന് വായിച്ചത്, ഇവിടെ വലിയ പണ്ഡിതന്മാരുണ്ട്, അവരൊക്കെ അറബി പേർഷ്യൻ ഭാഷകളിൽ വലിയ ധാരണയുള്ളവരാണ് എന്നേക്കാൾ. ഈ ജിലേബി എന്ന വാക്ക് തന്നെ സിലൂബിയ എന്നൊരു വാക്കിൽ, എന്ന് വെച്ചാൽ ആ രുചി അത് ഒരു പേർഷ്യൻ രുചിയാണെന്നോ അറേബ്യൻ രുചിയാണെന്നോ പറയാം. ഞാനിത് പറയുന്നത്, ഇപ്പൊ മൈസൂർ പാക്ക് ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു പലഹാരമാണ്. ഇവിടെ ഷംസുക്ക സൂചിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോ മൈസൂർ പാക്കിന്റെ പേരങ്ങോട്ട് മാറ്റി മൈസൂർ ശ്രീ എന്നാക്കി കളഞ്ഞു. കാരണം ഈ പാക്കിന് പാകിസ്ഥാനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ചില ആളുകൾ വിചാരിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയത ഇങ്ങനെ ഇടുങ്ങിപ്പോകുന്ന ഒരു കാലത്ത് ഇപ്പൊ ഇന്ത്യയുടെ സംഗീതം പരിശോധിക്ക്, സിത്താർ അമീർ ഖുസ്രു ആണ് അത് കണ്ടെത്തുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഈ രാജ്യത്തിന്റെ സംഗീതം, ഈ രാജ്യത്തിന്റെ രുചികൾ, ഈ രാജ്യത്തിന്റെ വാസ്തുകല, അങ്ങനെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തെടുത്തു പരിശോധിച്ചാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച ക്രിയേറ്റീവായ സർഗാത്മകമായ ഒരു പങ്ക് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഡിസ്ട്രക്റ്റീവായ ഒരു റോള് പോലും ആ ചരിത്ര പ്രയാണത്തിന്റെ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. ഇനി ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വിശാലമായിട്ട് പരിശോധിക്കാനോ ഒന്നും നമുക്ക് നേരില്ല. സംഘടിതമായി ഇന്ത്യയിൽ കൊളോണിയൽ ഭരണകൂടത്തിനെതിരെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്ന നിലക്ക് രാജ്യത്ത് സംഘടിതമായ ഒരു പോരാട്ടം ഉയർന്നു വരുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ സമരം പരിശോധിച്ചാൽ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ഉണ്ട്, അവരെ ചരിത്രം ഝാൻസി റാണി എന്ന് വിളിക്കും. അപ്പൊ ലക്നൌവിൽ വിക്രം ഹസ്രത് മഹൽ ഉണ്ട്, കാൺപൂരിൽ താന്തിയ തോപ്പി ഉണ്ടെങ്കിൽ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുണ്ട്. സൂഫിയോ ഓർ സന്തുവോ കാ ജംഗ് എന്നാണ്. ഇത് സന്യാസിമാരുടെയും സൂഫിമാരുടെയും പോരാട്ടമാണ്. ഇത് സുൽത്താൻമാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും പോരാട്ടമാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങളെ ഇവിടെ ഒരു നിമിഷം പോലും വെച്ചുവാടാൻ അനുവദിക്കാത്ത വലിയൊരു ഐക്യം ഇതിലൂടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോ അയോധ്യ, ഇന്ത്യയിൽ എത്രയോ സംഘർഷങ്ങൾ നടന്നൊരു സ്ഥലമാണത്. അയോധ്യയിൽ ഒരു മരം ഉണ്ടായിരുന്നു എന്നാണ്. ആ മരം ഹിന്ദു മുസ്ലിമായ സമരക്കാർ അവിടെ വരുമായിരുന്നു. കാരണം ആ മരത്തിന്റെ ഒരു കൊമ്പിലാണ് അവിടുത്തെ ഒരു സന്യാസിയെയും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത റഹ്മത്തുള്ള എന്നോ മറ്റോ പേരുള്ള ഒരു യുവ പണ്ഡിതരെയും ഒരേ സമയം ഒരു മരക്കൊമ്പിൽ തൂക്കിലേറ്റിയത് എന്നാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വലിയൊരു പ്രതീകമായിട്ട് ആ മരം മാറി. ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂഫിമാരും സാധുക്കളൊക്കെ പ്രതിജ്ഞയെടുത്ത് സമരരംഗത്തേക്ക് പുറപ്പെടുക. ഈ മരത്തിന്റെ ചില്ലയിൽ പിടഞ്ഞു വീണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇല്ലാതായ ആ രണ്ടുപേർ, അവർ ഹിന്ദുവും മുസ്ലിമായിരുന്നു, പക്ഷെ അവർ ഇന്ത്യക്കാരായിരുന്നു എന്ന ബോധ്യം ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേരിറങ്ങുന്നത് കണ്ടപ്പോ ബ്രിട്ടീഷുകാർ ആ മരം മുറിച്ചു കളഞ്ഞു എന്ന് കെഇന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം അവിടെയും നമ്മൾ ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ വർത്തമാനകാലത്തേക്ക് വരേണ്ടത്. വർത്തമാനകാലത്തിന്റെ ഒരു ഭീകരത ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചു. ഇപ്പോ 1947 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ
ഒരു ഉറുദു കവിത ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉറുദു കവിത ഇങ്ങനെ, ന അഹ്ലെ ഹുക്കും കെ ഹംറാസ് ഹെ ഹം, ന ദർബാരിയോ മേ സർഫറാസ് ഹെ ഹം, ന ഇൽമോ മേ ഷായിനെ ഇസ്സത്ത് ഹെ ഹം, ന സനത്ത് മേ ഹിർഫത്ത് മേ മുംതാസ് ഹെ ഹം എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റുകൾ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾക്ക് ഞങ്ങൾ പ്രിയപ്പെട്ടവരല്ല. ഇവിടുത്തെ രാജസദസ്സുകളുണ്ട്, ആ രാജസദസ്സുകളിലേക്ക് ഞങ്ങൾ പ്രവേശനമുള്ളവരല്ല. ഇവിടുത്തെ വൈജ്ഞാനിക മേഖലയിൽ ഞങ്ങൾ എവിടെയുമില്ല. കൃഷിയാകട്ടെ വ്യവസായമാകട്ടെ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് എഴുതപ്പെട്ട ആ കവിത ഇന്നും പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ മുസ്ലിം ജീവിതത്തെ കുറിച്ച് കൃത്യമാണ്. ഈ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നാണ്. 4 കോടി ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്ന് മാത്രമല്ല, ആ സംസ്ഥാനം തുടർച്ചയായി ഭരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ സംഘടിത രൂപം എന്ന് പറയാൻ കഴിയുന്ന രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരൊറ്റ MLA പോലും ഇല്ല. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിയില്ല. ഇന്ത്യയിലെ 11ഓളം സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിയേ ഉള്ളൂ. ഈ രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലെ ഒന്നിലധികം മുസ്ലിം മന്ത്രിമാർ, ഒന്നിലധികം എന്ന് വെച്ചാൽ 3 അല്ല കേട്ടോ, 2 ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കപ്പെടുന്ന, പുറത്താക്കപ്പെടുന്ന, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരായി ഈ രാജ്യത്തെ ഈ സമുദായം, വിശേഷിച്ച് ഉത്തരേന്ത്യൻ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ മാറി എന്ന പരിശോധന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ വളരെ ഈ ഒരു അവസ്ഥയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഭൂതകാലം ഞാൻ പറഞ്ഞു, അവര് ഈ രാജ്യത്തെ നിർമ്മിച്ച ആ ചരിത്ര പ്രയാണത്തിൽ വലിയ പങ്ക് വഹിച്ചവർ എങ്ങനെ ഈ അവസ്ഥ. ഇപ്പം ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ, പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു സ്ത്രീയുടെ ഒരു കേസ് വരുന്നുണ്ട്. അതൊരു സിവിൽ സ്യൂട്ടാണ്. പരാതിക്കാരിയുടെ പേര് സുൽത്താന ബീഗം എന്നാണ്. അവർ താമസിക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ ഹൗറ പാലത്തിന്റെ പരിസരത്ത് ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന, പിന്നെ വളകളൊക്കെ ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന ആ സ്ത്രീ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നുകൊണ്ട് കൊടുക്കുന്നത് ഒരു പഴയ സ്വത്ത് തർക്കമാണ്. 150 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഒരു കുടുംബ സ്വത്ത് അവർക്ക് കൈമോശം വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അത് പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ്. ആ സ്വത്ത് തിരികെ കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പൊ ഡൽഹി പോലൊരു നഗരത്തിൽ അവിടെ സ്വത്ത് തർക്കങ്ങൾ പുതുതല്ല, പക്ഷെ ഒരുപാട് സിവിൽ സ്യൂട്ടുകൾ അവിടെ വരാറുമുണ്ട്. പക്ഷെ ഈ കേസ് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വന്നു. കാരണം ഈ സുൽത്താന ബീഗം ആവശ്യപ്പെടുന്ന 180 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പൂർവികരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട ആ കെട്ടിടം, ആ കെട്ടിടത്തെ കുറിച്ച് എന്നെ സംസാരം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ കെട്ടിടത്തിലാണ് കഴിഞ്ഞ 178 വർഷക്കാലമായി സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്താറുള്ളത്. ദൗർഭാഗ്യവശാൽ സുൽത്താന ബീഗത്തിന്റെ പൂർവികന്മാരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന ആ കെട്ടിടം ഞാൻ ആദ്യം സൂചിപ്പിച്ച ചെങ്കോട്ടയാണ്. അന്ത്യമുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ പേരക്കുട്ടികളിൽ ഒരാളിന്റെ ഭാര്യയാണ് ആര്? സുൽത്താന ബീഗം. ഇതിലും കൃത്യമായി എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ആ സിവിൽ സ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും. ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കല്ല, സമാനമായ സ്വഭാവത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ സംസ്ഥാനത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ജിൻഡോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിളിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാജ്യം എന്ന് വിളിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, ലിംഗത്തിന്റെ, ജനിച്ച പ്രദേശത്തിന്റെ പേരിൽ വേർതിരിവുകൾ കാണിക്കരുത് എന്ന് നിർവചിക്കപ്പെട്ട ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് പറഞ്ഞത്, നിങ്ങളെ അവര് ഓട്ടോ വിളിക്കണം, അവരുടെ ഓട്ടോ നിങ്ങൾ വിളിക്കണം, അപ്പോ അവർ 5 രൂപ പറയും കൂലി. തോ ആപ് ലോഗ് 4 രൂപ ദേ ദേന, നിങ്ങൾ 4 കൊടുക്കാൻ പാടുള്ളൂ, 5 കൊടുക്കരുത്. അപ്പൊ ഒരു തർക്കം ഉണ്ടാവും, ഉറപ്പാണല്ലോ. ആ തർക്കം ഉണ്ടായിക്കോട്ടെ, നേരെ എന്റെ അടുത്തേക്ക് പോരെ, മേ യഹാ ഉൻകോ പരേശാൻ കർനെ കെ ലിയെ ബൈഠാവും. പരേശാൻ കരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 5 ചോദിച്ചാൽ 4 കൊടുക്കണം. ഒരു തർക്കം ഉണ്ടാവും, ഒരു ബഹളം ഉണ്ടാവും. നേരെ ഇങ്ങോട്ട് പോരെ, ഞാൻ ഇവരെ അവരെ എടങ്ങാറാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നാണ്. പ്രിയപ്പെട്ടവർ, ആ സംസ്ഥാനത്തിന്റെ പേര് അസം എന്നാണ്. ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ്. ആ സംസ്ഥാനത്തും പ്രിയപ്പെട്ടവരെ ഏതാണ്ട് 10-25% മുസ്ലിം സ്വത്വമുള്ള മനുഷ്യർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടവരാണ്. മൂപ്പർ പറയുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളില്ല, അവരുടെ വോട്ടും വേണ്ട,
അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളൊരു പുതിയ ലോകക്രമം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ 125 പേരെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഒരു അപകടകരമായ ഇസ്ലാമോഫോബിക്കായ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്ന സംസ്കാരം നമ്മുടെ രാജ്യത്ത്. അവരുടെ രുചികളെ ഇഷ്ടമല്ല, അവരുടെ സംഗീതത്തെ ഇഷ്ടമല്ല, അവരുടെ വാസ്തുകലകളോട് വെറുപ്പാണ്, അവരുടെ വസ്ത്രധാരണത്തോട് വെറുപ്പാണ്, അവരുടെ പേരുകളോട് വെറുപ്പാണ്. സാമൂഹ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നിന്നും അവരെ ബഹിഷ്കരിക്കുക, ആട്ടിപ്പുറത്താക്കുക എന്നത് ഞങ്ങളുടെ അജണ്ടയാണെന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത മനുഷ്യർ അധികാര കുത്തക നേടുന്നൊരവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറുന്ന അപകടകരമായ ഒരിടത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ക്രിയേറ്റീവായ ഒരു പങ്ക് വഹിച്ച സമുദായത്തിന്റെ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ ഒരു അടിച്ചമർത്തലിന്റെ ഒറ്റ വാക്ക് ഇൻവിസിബിലൈസേഷൻ എന്നതാണ്. അദൃശ്യരാക്കുക, എവിടെ ഇല്ലാത്ത വണ്ണം അവരെ അദൃശ്യരാക്കുക, പൗരത്വ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുക. കാരണം അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്നാണ്. ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നിന്നും പുറത്താക്കാൻ നടത്തുന്ന ഈ പരിശ്രമമാണ്. അവിടെയാണ് നമ്മളെല്ലായ്പ്പോഴും കേരള മോഡലിനെ കുറിച്ച് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ഈ കാസർഗോട്ട് നടക്കുമ്പോൾ നമ്മള് കേരള മോഡൽ എന്ന് വെച്ചാൽ അത് ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അവരെ കൂടി മനുഷ്യരായി പരിഗണിക്കുന്ന ജനാധിപത്യത്തിന്റെ ആ ഉൾക്കാമ്പ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ കൂടി കേരളം രാജ്യത്തെ പഠിപ്പിച്ചിട്ടുള്ള വലിയ മഹത്തായ ചില മാതൃകകളുണ്ട്. ആ മാതൃകകൾ കൂടി പ്രഘോഷിക്കപ്പെടുന്ന ഒരു സമ്മേളനമാണിത്. ഒരു ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച വലിയ അനാഥത്വം നേരിടുന്ന ആ സമൂഹമുണ്ട്. ഒരു കാലത്തും പ്രിയപ്പെട്ടവരെ അവർക്ക് ഉലമാക്കളുടെ കുറവുണ്ടായിട്ടില്ല. ഒരു കാലത്തും ഉത്തരേന്ത്യൻ സമൂഹത്തിന് ഉമറാക്കളുടെയും കുറവുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലത്ത് അവർക്ക് എന്താണ് മിസ് ചെയ്തത്? വാട്ട് ദേ വെയർ മിസ്സിംഗ് എന്ന് ചോദിച്ചാൽ ഈ ഉലമാക്കളും ഉമറാക്കളും സമാന്തരമായ ഒരിക്കലും ചേരാത്ത ഒരു റെയിൽവേ ട്രാക്ക് പോലെ കുറെ ദൂരം സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരുന്നു എന്നതാണ്. ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് ചേരാൻ ദർ വാസ് നോട്ട് എ സിംഗിൾ ഒരു ബിന്ദു ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച 4 കാര്യങ്ങളുണ്ടല്ലോ, ഈ സമ്മേളനത്തിലേക്കൊന്ന് ക്ഷണിക്കപ്പെടാൻ, ഇവിടെ ഒന്ന് വന്ന് നിൽക്കാൻ കൊതിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് ഈ കേരളത്തിലില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളന വേദിയിൽ ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എന്റെ കവിതയുടെ ആദ്യത്തെ വരി എന്തായിരുന്നു? ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് ഞങ്ങൾ പ്രിയപ്പെട്ടവരല്ല, മലയാളി മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും പുരാതനമായ ആത്മീയ തേജസ്സുള്ള സംഘടന ഇവിടുത്തെ എല്ലാ ഗവൺമെന്റുകൾക്കും ഇന്ന് പ്രിയപ്പെട്ടൊരു സംഘടനയാണ്. ദർബാറിയോമേസ് സർഫറാസ് നെയ്യം അല്ലെ? ഒരു മന്ത്രിസഭയിലും ഒരു ദർബാറുകളിലും ഞങ്ങൾക്ക് പ്രവേശനമില്ല. കേരളീയ മുസ്ലിങ്ങൾക്ക് ഗതികേടുണ്ടായിട്ടുണ്ടോ? ഇല്ല. കേരളീയ മുസ്ലിം സമൂഹങ്ങൾ ഒരു ദർബാറിന്റെയും മുൻപിൽ ഒരു കാലത്തും കൈനീട്ടി നിന്നവരല്ല. പിന്നെയോ നമ്മളിരുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യത്തിന്റെ ദർബാറിനകത്തായിരുന്നു അല്ലെ? വിദ്യാഭ്യാസ പുരോഗതി ഞാൻ പറയണോ? ഈ എന്റെ ഇടതുഭാഗത്ത് കാണുന്ന ആ വലിയ കെട്ടിടമുണ്ട്, ഈ സമ്മേളന നഗരി, അതിന്റെ മുറ്റത്താണ് നമ്മൾ ഒരു കാലത്തും വിജ്ഞാന മേഖലയിൽ പുറകോട്ട് പോയവരല്ലാണോ? അല്ല. രണ്ടാമത്തേത് കൃഷിയാണ്. സനത്ത് മേ ഹിർഫത്ത് മേ മുംതാസ് ഹം എന്നാണ്. കൃഷിയിൽ നമ്മൾ പുറകിലല്ല, വ്യവസായത്തിൽ നമ്മൾ പുറകിലാണോ? കാസർഗോഡ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എണ്ണിപ്പറഞ്ഞ 4 ഇടങ്ങളിലും കേരളീയ മുസ്ലിം ജീവിതം മുന്നോട്ട് വന്നത് പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരിക്കാൻ, സംഗമിക്കാൻ ഒരു ബിന്ദു ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. നീതിയുടെ ഒരു തറവാട്ട് മുറ്റം ഉണ്ടായിരുന്നു. ആ തറവാട്ട് മുറ്റത്ത് ചിരിക്കുന്ന പൂമുഖങ്ങളുള്ള മനുഷ്യരുണ്ടായിരുന്നു. ആത്മീയ തേജസ്സുള്ള 100 വർഷം പൂർത്തിയാക്കുന്ന ഈ മഹാപ്രസ്ഥാനം സഞ്ചരിച്ച വഴികളിലാകെയും ഇവിടുത്തെ ഉലമാക്കളെയും ഉമറാക്കളെയും ഒരുമിച്ചിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പാണക്കാട് കുടുംബം എന്ന മഹാസുഹൃതം കൂടി ഉണ്ടായപ്പോഴാണ് ഈ ദൗത്യം ഇത്ര സുന്ദരമായി മുന്നോട്ട് പോയത് എന്ന് നമ്മൾ മറന്നുപോകരുത് എന്ന് പറഞ്ഞു വെക്കാണ്. ഇവിടെ ജിൻഡോ പറഞ്ഞൊരു വാക്ക്, ഞങ്ങളൊക്കെ ഇവിടെ മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ്. ഒരൊറ്റ കാര്യം, ഈ സമ്മേളനത്തിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗങ്ങൾ, ഞാൻ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിൽ സമസ്തയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച, ചുരുങ്ങിയ കാലം നെടുമ്പാശ്ശേരിയിൽ ഹജ്ജ് ക്യാമ്പ് നടന്നിട്ടുണ്ട് ഞങ്ങളുടെ എയർപോർട്ടിൽ. അന്ന് അവിടെ ഹജ്ജ് ക്യാമ്പ് ഞാൻ സന്ദർശിക്കുമ്പോൾ
എൻ്റെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹജ്ജ്, നിസ്കാരം, സക്കാത്ത് തുടങ്ങിയ സംഗതികളോട് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ കുറച്ചുകൂടി ഹൃദയം കൊണ്ട് പരിചയപ്പെട്ടു വരുന്നൊരു കാലമാണ്. അവിടെ ഒരുപാട് തിരക്കാണ്. തേജസ്സാർന്ന ഒരു മനുഷ്യൻ, നീണ്ട താടിയുള്ള ഒരു മനുഷ്യൻ ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഊഴം കാത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട്. ഒരു മൂലക്ക് പോയിരുന്ന് ആ ഭക്ഷണം അതോടെ കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ കഴുകി വെച്ച് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അന്ന് ഈ നാട് ഭരിച്ച മന്ത്രിമാർ, കുഞ്ഞാൽ സാഹിബ് ഒക്കെ അവിടേക്ക് കയറി വരുമ്പോൾ ഈ മഹാനായ പണ്ഡിതന്റെ ഈ നീണ്ട താടിയുള്ള തേജസ്സാർന്ന മുഖമുള്ള മനുഷ്യനരികിൽ പോയി ഭവ്യതയോടെ സംസാരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പേര് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ബാപ്പു എന്നാണ് പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എറണാകുളത്തെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അഭിവന്ദനായ അബ്ദുൽ ഖാദർ സാഹിബ് ഉണ്ടായിരുന്നു. ഞാൻ അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, അത് ആരാണ്? ഞാൻ പേര് ചോദിച്ചപ്പോൾ ബാപ്പു എന്ന് പറഞ്ഞു. എൻ്റെ തോളത്ത് സ്നേഹത്തോടൊന്ന് തട്ടിയിട്ട് ആ മനുഷ്യൻ എനിക്ക് നൽകിയ മറുപടി ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരിക്കുന്നത് കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഈ വിനയാണ്, ഈ ലാളിത്യമാണ് ഈ മഹാപ്രസ്ഥാനത്തെ ലോകത്തിലെ ഏറ്റവും ഇസ്സത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വഴി നടത്താൻ സുഹൃതമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കും. വേദിയിൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാവും. സദസ്സു നിറയെ ഈ പ്രസ്ഥാനത്തിൻ്റെ വിളിയാളം കേട്ട് പിന്നിട്ട ഇത്രയും ആയുസുകൾക്കിടയിൽ ഒരു വക്കത്ത് നിസ്കാരം പോലും കളയാത്ത, ഒരു നോമ്പ് പോലും കളയാത്ത, സക്കാത്ത് കൊടുക്കുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുണ്ടാവും. സമാപന സമ്മേളനത്തിൽ ഒരു വലിയ പ്രാർത്ഥനയും നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന പാമരനായ ഒരു മനുഷ്യനാണ് ഞാൻ. ആ പ്രാർത്ഥനയോടുകൂടെ എനിക്കാകെ ചേർത്ത് വയ്ക്കാനുള്ളത് ഈ ഒരു പ്രാർത്ഥന മാത്രമാണ്. ഈ രാജ്യം മുഴുവൻ വലിയ അനാഥത്വം നേരിടുന്ന കാലത്ത് ഈ സമൂഹത്തെ, കേരളീയ മുസ്ലിം സമൂഹത്തെ സനാഥത്വത്തിലേക്ക് നയിച്ച ഈ മഹാപ്രസ്ഥാനവും നമ്മുടെ ഉമറാക്കളും ഒരുമിച്ച് എല്ലാ കാലവും കിയാമം നാൾ വരെ ഉണ്ടാകട്ടെ. ആ നൗകയുടെ അമരത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പാണക്കാടെന്ന മഹാസുഹൃതം എല്ലാ കാലത്തും തേജസ്സോടെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം ഒരു വട്ടം കൂടി ആദരവോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എടുത്തുപോയ 3-4 മിനിറ്റുകളുടെ പേരിൽ അധ്യക്ഷ വേദിയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചർമാറിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയ അഡ്വക്കേറ്റ് ഷിബു മീരാൻ അവറുകൾക്ക് ഈ വേദിയുടെ സ്നേഹ സമ്മാനം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ മെമ്പർ ES ഹസൻ ഫൈസി ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബഷീർ അബ്ദുള്ള ഫൈസി ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.